വെൽക്കം ടു സിസി സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് ജിംന. ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഗൂഗിൾ അൽഗോരിതംസ് ഗൂഗിൾ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിന് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ വെബ്സൈറ്റ് താഴെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അപ്പ് ആവുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് വരാം. ഈ ഡൗട്ട്സുകൾക്കൊക്കെ ഒരു പരിധി വരെ ക്ലാരിറ്റി നൽകുന്ന ഒരു ടൂളാണ് ബറാക്കോഡ എന്ന് പറഞ്ഞ ടൂള്. ഈ ബറാക്കോഡ ലണ്ടനിലുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടൂളാണ്. ഇപ്പം ഈ ടൂൾ എന്ന് പറയുന്നത് ഗൂഗിൾ അൽഗോരിതംസിന്റെ ഒരു പെനാൽറ്റി ചെക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് 2000 ആ ഒരു ഇയർ മുതൽ കണ്ടിന്യൂസ്ലി അൽഗോരിതം അപ്ഡേഷൻസ് നമുക്ക് വരുന്നുണ്ട്. മേജർ ആയിട്ടുള്ള അപ്ഡേഷൻസും വരുന്നുണ്ട്, മൈന്യൂട്ട് ആയിട്ടുള്ള അപ്ഡേഷൻസും വരുന്നുണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇപ്പോൾ ഫീച്ചേർഡ് ആയിക്കോട്ടെ, ഫീച്ചേർഡ് വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് വൈസ് ആയിക്കോട്ടെ, കോർ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഈ അപ്ഡേറ്റുകൾക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റും അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ അൽഗോരിതംസ് അപ്ഡേഷൻസ് വരുന്നതനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും എഫക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്കിപ്പം നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ഓർഗാനിക് ട്രാഫിക് കുറയുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ സെഷൻസ് കുറയുന്നതനുസരിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഏത് അൽഗോരിതം അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇതേപോലുള്ള ചേഞ്ചസ് വന്നത്, അതിനുള്ള കൂടുതലായിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബറാക്കോഡ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ടൂള് എന്താണെന്ന് ചെക്ക് ചെയ്യാം. Barracuda എന്നൊരു ടൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ലണ്ടനിലുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ അൽഗോരിതംസ് ഗൂഗിൾ അൽഗോരിതംസ് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, അത് അഫക്റ്റ് ആവുന്നുണ്ടോ, അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ആവുന്നുണ്ടോ, അതല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റ് താഴേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പ് ആവുന്നുണ്ടോ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ഗൂഗിൾ അനലിറ്റിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ലോഗിൻ ജിമെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ് ആണ് നോക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ കാണിക്കും. ജസ്റ്റ് അലോ ചെയ്യാം. നമ്മൾ ജിമെയിൽ വെച്ചിട്ട് ഏതൊക്കെ വെബ്സൈറ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ കാണിക്കും. അതിൽ ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഇൻഫോർമേഷൻസ് ആയിരിക്കും ഒരു ഇതിലേക്ക് എടുക്കുക. അപ്പം നമുക്ക് ഇതിലെ ഡേറ്റ് വൈസ്, അതായത് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ കണ്ടോ, ഇതിനനുസരിച്ചിട്ട് ഒരു ഗ്രാഫ് വരും. ഇതില് രണ്ട് ഇതുണ്ട്, ഒരു കളേർഡ് ആയിട്ടുണ്ട്, ബ്ലൂ കളറും അതുപോലെ തന്നെ ഓറഞ്ച് ലൈനും ഉണ്ട്. അപ്പൊ അതില് ബ്ലൂ കളർ എന്ന് പറയുന്നത് എന്താണ്, ഗൂഗിൾ ഓർഗാനിക് യൂസേഴ്സ് ആണ്. ഓറഞ്ച് ലൈൻ എന്ന് പറയുന്നത് ന്യൂ ഗൂഗിൾ ഓർഗാനിക് യൂസേഴ്സ് ആണ്. അതായത് ഓറഞ്ച് ലൈൻ എന്ന് പറയുന്നത് ഗൂഗിൾ അനലിറ്റിക്സിന്റെ തന്നെ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ന്യൂ യൂസേഴ്സ് വരുന്നതും അതുപോലെ തന്നെ റിട്ടേണിംഗ് യൂസേഴ്സ് വരുന്നത്, അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ടുള്ള ആൾക്കാർ പിന്നെയും വരുന്നതാണ് ബ്ലൂ കളറിൽ വരുന്നത്. ഓറഞ്ച് കളറിൽ വരുന്നത് ന്യൂ ആയിട്ടുള്ള യൂസേഴ്സ് ആണ്. അപ്പൊ ഇതിന് ഇടയിലായിട്ട് നമുക്ക് ഒരു ലൈൻ കാണുന്നുണ്ട്. ഇതാണ് ഗൂഗിളിന്റെ അൽഗോരിതം അപ്ഡേറ്റ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടു നമ്മുടെ വരുന്നിട്ടുള്ള യൂസേഴ്സ് എത്ര, ഓരോ ദിവസത്തേക്കുള്ള യൂസേഴ്സ് ആണ് നമുക്ക് ഈ മറ്റേ ഗ്രാഫിലായിട്ട് കാണുന്നത്. ഇടയിൽ വരുന്ന ലൈനാണ് നമ്മുടെ ഗൂഗിൾ അൽഗോരിതം അപ്ഡേറ്റ്. അപ്പൊ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അപ്ഡേറ്റ് ആണോ ആ ഒരു സമയത്തേക്ക് വന്നേക്കുന്നത്, ഏത് ഡേറ്റ് ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും. അൽഗോരിതത്തിന്റെ അപ്ഡേറ്റ് പേര് കാണിച്ചു തരും. അതിന് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കാണിക്കാം, അത് എന്താണ് അൽഗോരിതം പറയുന്നതെന്നുള്ളൊരു ചെറിയൊരു ബ്രീഫ് ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കാണിക്കും. ഇത് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് SE ജേർണൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് വന്ന ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, നമ്മുടെ ട്രാഫിക്കിനൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇത് മാത്രമല്ല നമുക്ക് അറിയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതും ഫീച്ചേർഡ് ആയിട്ടുള്ളതും നെയിംഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. അൺനെയിംഡ് ആയിട്ടുള്ളത് ലോക്കൽ, മൊബൈൽ, കോർ ക്വാളിറ്റി, അങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മുടെ ഗൂഗിൾ അൽഗോരിതംസ് അപ്ഡേഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതേപോലുള്ള മോർ അപ്ഡേഷൻസ് ആയിട്ട് ഞാൻ ഇനിയും ഈ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്